തിരച്ചിലിൻ്റെ വിവരങ്ങളാണ് നമുക്ക് ആദ്യം പരിശോധിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നാളെ നടക്കാൻ പോകുന്ന ദൗത്യം, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അരുൺ പാറയ്ക്കൽ ഞങ്ങളുടെ പ്രതിനിധി ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഇന്നത്തെ തിരച്ചിലും വിഫലമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറെ കൂടി നേരത്തെ സേനയുടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രതികൂല കാലാവസ്ഥയാണ് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇനി വിദഗ്ധ സംഘം എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരച്ചിലിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നിഗമനങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഗംഗാവാലിയിൽ തന്നെയായിരിക്കും അരുണും ലോറിയും അകപ്പെട്ടിട്ടുണ്ടാവുക എന്ന കാര്യം ഉറപ്പിക്കാൻ ദൗത്യസംഘത്തിന് സാധിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഈ ദൗത്യസംഘം എത്തിയിരിക്കുന്നു. അതായത് സൈന്യവും അതുപോലെ തന്നെ നാവികസേനയും ഒക്കെ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഈ പുഴയിൽ 40 മീറ്റർ അകലെ 8 മീറ്റർ ആഴത്തിൽ ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തി, റഡാർ സംവിധാനത്തിലൂടെ ആ പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാവികസേനയും ഇന്ത്യൻ ആർമിയും ഒക്കെ പരിശോധന നടത്തി. വിവിധ ബോട്ടുകളിലായി ഈ പുഴയിൽ നിരവധി തവണ പരിശോധന നടത്തി. രാവിലെ മുതൽ ഉച്ചവരെ അത്തരത്തിൽ ഈ പരിശോധന നീണ്ടു. അതിനിടയിൽ ഇടവിട്ട് പെയ്ത മഴ ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതികൂലമായ കാലാവസ്ഥ വല്ലാത്തൊരു ഈ ഒരു തെരച്ചിലിനെ വല്ലാത്ത രീതിയിലാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുന്നത് ഈ തടസ്സപ്പെടുത്തിക്കൊണ്ട് ശക്തമായ മഴയും ശക്തമായ അടിയൊഴുക്കും ശക്തമായ കാറ്റും ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതികൂലമായ കാര്യം. മറ്റൊന്ന്, ഈ കരയിലെ തിരച്ചിൽ പൂർണ്ണമായും ഇപ്പോൾ അവസാനിച്ച മട്ടാണ്. ഈ കരയിൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്ത്, അതായത് മലയിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തു. റോഡൊക്കെ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് നാളെയോ മറ്റന്നാളോ ഈ റോഡിലൂടെ വാഹന ഗതാഗതം ഒരുപക്ഷെ അനുവദിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത്രത്തോളം റോഡ് ക്ലിയറൻസ് ചെയ്തു കഴിഞ്ഞു. റോഡിൽ ബാരിക്കേഡുകളൊക്കെ വെച്ചു കഴിഞ്ഞു. ഇനി നദിയാണ് പ്രധാനമായും ഈ സേന ദൗത്യസംഘം ലക്ഷ്യമിടുന്നതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നദിയിൽ തെരച്ചിൽ നടത്തണമെങ്കിൽ ചില പ്രതികൂലമായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ നദിയുടെ അടിയൊഴുക്ക്. മറ്റൊന്ന്, 30 അടി താഴ്ചയിലധികം ആഴമുണ്ട് ഈ നദിക്കെന്നാണ് പ്രാഥമികമായുള്ള ഒരു കണക്കുകൂട്ടൽ. അതിന് മുകളിലേക്ക് ഈ മണ്ണ് ഇങ്ങനെ കൂന പോലെ അടിഞ്ഞുകൂടിയൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു ചെറിയ ദ്വീപ് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ പുഴയുടെ നടുക്ക്. 500 മീറ്റർ വീതിയാണ് ആ പ്രദേശത്തുള്ളതെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ആ ഭാഗത്ത് ഈ പുഴയുടെ നടുഭാഗത്ത് മധ്യഭാഗത്തിലേക്ക് ഈ മണ്ണിടിഞ്ഞു വീണ ചെറിയ ദ്വീപ് പോലെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിനടിയിൽ ഈ വാഹനമുണ്ടോ എന്നതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അത് കണ്ടെത്തണമെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങൾ വേണം, ആധുനിക ഉപകരണങ്ങൾ വേണം. GPR ടെക്നോളജിയിലൂടെ ഇപ്പോഴും ഈ വാഹനം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ദൗത്യസംഘമുള്ളത്. അല്ല അരുൺ, അതിന്റെ ഭാഗമായിട്ടാണോ ആർമിയിലെ മേജർ ജനറൽ ആയിരുന്ന M ഇന്ദ്രപാലിന്റെ സഹായം ദൗത്യസേന തേടിയിരിക്കുന്നത്? അദ്ദേഹം നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകുമെന്ന് അറിയുന്നു. ഈ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം പോലെയുള്ള അത്യാധുനിക സംവിധാനം, അതിൻ്റെ ഉപയോഗം എത്രത്തോളമാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ നാളെ ആരംഭിക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, അതുതന്നെയാണ്. ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മണ്ണിനടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ലോഹ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നാവികസേനയും സൈന്യവുമൊക്കെ തെരച്ചിൽ നടത്തിയിരുന്നു. മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും ഈ അടിയൊഴുക്ക് കാരണം അല്ലെങ്കിൽ ഈ മണ്ണ് കാരണം ഈ പുഴയിലേക്ക് ഇറങ്ങാനോ പുഴയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധന നടത്താനോ സാധിച്ചിട്ടില്ല. ഒപ്പം ഈ ശക്തമായ കാറ്റും മഴയുമൊക്കെ ഈ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുന്നതോടുകൂടി ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യൻ ആർമിക്കുമുള്ളത്. റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലൻ അദ്ദേഹം നാളെ 10 മണിയോടുകൂടി ഷുരൂരിലെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി അത്യാധുനിക യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ഈ പരിശോധന ആരംഭിക്കാൻ സാധിക്കും. ഇന്ന് സൈന്യവും നാവികസേനയും ഒക്കെ ഡീപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും കൃത്യമായ ഈ ഒരു സംവിധാനമൊന്നും ഈ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കില്ല. എന്തായാലും നാളേക്ക് പരിശോധന മാറ്റി, നേരത്തെ പരിശോധന നിർത്തിവെക്കുന്ന ഉപയോഗിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഗോ ഹെഡ് എന്നത് ഡൽഹിയിൽ നിന്നൊരു ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംവിധാനം നദിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അർജുനും ലോറിയുമെങ്കിൽ
അത് വളരെ വേഗം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണോ ഈ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്? ഗോപീഷൻ അതുതന്നെയാണ് ഈ ഈ ഈ ഒരു സംവിധാനത്തിലൂടെ, അതായത് അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിലൂടെ ഇത് പെട്ടെന്ന് ഈ ലോറി, അതായത് 40 അടിയോളം താഴ്ചയുള്ള ലോഹവസ്തു കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഈ വിദഗ്ധരുൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇത് ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഇന്നിപ്പോൾ ഈ സ്ഥലം MLA, സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്ഥലം MLA ഈ പ്രദേശത്തേക്ക് 5 or 6 തവണ സ്ഥിരമായി വന്നു പോകുന്ന ആളായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ അപ്ഡേഷൻ കൃത്യമായി മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഈ ബന്ധുക്കളെ ഉൾപ്പെടെ അറിയിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹം എത്തിയില്ല. വൈകുന്നേരം അദ്ദേഹം എത്തി ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങളോട് ഈ കരയിലെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ചു. ഒപ്പം ഈ ഒരു അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക സജ്ജീകരണങ്ങൾ, ഇന്റലിജൻസ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹം എത്താതിരുന്നെന്ന് ചോദിച്ചപ്പോൾ ഇത് ഒരുക്കാനുള്ള, ഇതെത്തിക്കാനുള്ള നടപടിക്രമങ്ങളുമായി അതിൻ്റെ പുറകെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇത് ഉടൻ തന്നെ എത്തും, നാളെ തന്നെ എത്തും. അതിനുശേഷം ഈ മണ്ണിനടിയിലുള്ള, അതായത് 40 അടിയോളം താഴ്ചയിലുള്ള ഈ ലോഹവസ്തുക്കളൊക്കെ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഈ അർജുൻ ഉപയോഗിച്ച ലോറിയും അത് മണ്ണിനടിയിലുണ്ടെങ്കിൽ, ഈ ഗംഗാവാലി പുഴയ്ക്ക് അടിയിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു ശരി അരുൺ, അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ എന്നത് ഈ 40 അടി താഴ്ചയിലുള്ള ലോഹവസ്തുക്കളെ കണ്ടെത്താൻ സഹായകരമാകുന്ന ഒരു ആണെങ്കിൽ നാളെ അത് ഈ ദൗത്യ സംഘത്തിന് ലഭിക്കുന്നതോടുകൂടി ഈ അർജുനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അരുൺ, ഇതിനോട് ചേർത്ത് വെച്ച് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഊഹാപോഹങ്ങൾ, അസത്യങ്ങൾ, അഭ്യൂഹങ്ങൾ, ഇതൊക്കെ. കാരണം കാൻവാർ SP M നാരായണൻ തന്നെ ഇന്ന് പറഞ്ഞത് പല കാര്യങ്ങളിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഇന്ന് കരയിലേക്ക് അടുപ്പിച്ചെടുത്ത ടാങ്കർ ലോറിയുടെ കാര്യത്തിൽ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു, അത് വൈദ്യുതി കമ്പിയിൽ തട്ടി അതിൽ ആഘാതമേറ്റ് നിരവധി പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ 2 ദിവസം ഈ അർജുൻ ഉണ്ടായിരുന്ന ലോറി സ്റ്റാർട്ടാക്കിയിരുന്നു, അത് ലോറി മെഷീൻ വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള പല വിവരങ്ങൾ. അതായത് തുടക്കത്തിൽ നമ്മൾ അർജുൻ്റെ തിരിച്ചുവരവിന് ആശ്വാസകരമായ ഒരു വാർത്ത എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് അത്തരം വിവരങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ തന്നെ ആരോ പടച്ചു വിട്ട അസത്യങ്ങളാണ്, ഊഹാപോഹങ്ങളാണ്, അഭ്യൂഹങ്ങളാണ് എന്ന് അധികൃതർക്ക് നേരിട്ട് ഇടപെട്ട് പറഞ്ഞ് തിരുത്തേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഗോപീഷൻ, പലപ്പോഴും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ നേരിട്ടുള്ള അനുഭവം. പല ആളുകളും ഇവിടേക്ക് എത്തുകയും ഈ നദിയുടെ, അതായത് ഗംഗാവാലി നദിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഈ വനത്തിലൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ തടിമില്ലുകളിൽ നിന്നൊക്കെ മരം ഒലിച്ച് ഈ പുഴയിലൂടെ വരുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കാണാറുണ്ട്. ഈ സ്ഥലത്ത്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ മരം ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ അതൊക്കെ ചിത്രീകരിച്ച് അത് നാട്ടിലേക്ക് അയച്ച് ബന്ധുക്കൾക്ക് ഇത് അർജുൻ്റെ വാഹനത്തിലെ മരമാണെന്നൊക്കെ രീതിയിലുള്ള തെറ്റിദ്ധാരണാപരമായ ഒരു പ്രചരണം നടത്തുന്നത് നമ്മുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമാണ്. പ്രത്യേകിച്ച് ഈ വ്ളോഗർമാരൊക്കെയാണ്, ഇങ്ങനെ ഈ യൂട്യൂബർമാരൊക്കെയാണ് ഈ സ്ഥലത്തെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം വ്യാപകമായി നടത്തുന്നതെന്ന് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ പുഴയിൽ, അതായത് പുഴയിൽ നടുക്ക് വെച്ച് ഒരു പൊട്ടിത്തെറി നടന്നു. ആ പൊട്ടിത്തെറിയിലാണ് ഈ പുഴവെള്ളം ഈ ഒളവറ പ്രദേശത്തേക്ക്, അങ്കോല താലൂക്കിലെ ഒളവറ ഈ പ്രദേശത്തേക്ക് ഇരച്ചു കയറിയതെന്നും അങ്ങനെയാണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതെന്നും ആ പ്രദേശവാസികളും പറയുന്നുണ്ട്. ചിലരൊക്കെ അത് സാധൂകരിക്കുന്ന ചില വിവരമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരോ സ്ഥലം MLAയോ അതൊക്കെ നിരാകരിക്കുകയാണ്. അത്തരത്തിലൊരു പൊട്ടിത്തെറി, വാതക ചോർച്ചയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രദേശത്ത്, അതായത് ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് ഒരു കർവാണ്. ആ കർവിൽ 3 ടാങ്കർ ലോറികളെങ്കിലും മിനിമം നിർത്തിയിടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ ടാങ്കർ ലോറികൾ ഈ പ്രദേശത്ത് ഒറ്റയ്ക്കല്ല വരാറ്. അവരൊരു 3-4 വാഹനങ്ങൾ. അവിടെയും പ്രശ്നമുണ്ട്. കാരണം ഈ വലിയ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രദേശത്ത്, അതായത് ഈ കുന്നിനും ഈ ഗംഗാവാലി പുഴയ്ക്കും നടുവിലുള്ള ഈ ഹൈവേയിൽ എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു എന്നതിൻ്റെ ഒരു കണക്ക് ഇപ്പോഴും ആരുടെയും കൈവശമില്ല. അപ്പം അതിന് മുൻപുള്ള ചില ദൃശ്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ കുറേ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടെങ്കിലും അതൊന്നുമല്ല. എത്ര ലോറികൾ, എത്ര വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്ന കൃത്യമായ ഒരു കണക്കില്ല. അതായത് പല സന്ദർഭങ്ങളിലും ഊഹാപോഹങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്ന അവാസ്തവമായ വിവരങ്ങളിലും ചുറ്റിപ്പറ്റിയാണ് നമ്മൾ
പല നിഗമനങ്ങളിലേക്കും എത്തിച്ചേരുന്നതെന്നാണ് ഇപ്പോൾ ഈ വരുന്ന ഈ പുതിയ വിവരങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം വാഹനങ്ങൾ എത്രയുണ്ടായിരുന്നു, അർജുൻ എവിടെയായിരുന്നു എന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഇപ്പോൾ ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, അവരെ കാണാതായി, പിന്നെ അവരുടെ മൃതദേഹങ്ങൾ കിട്ടി എന്നതൊക്കെ അല്ലാതെ വാഹനങ്ങളുടെ കണക്ക് സംബന്ധിച്ചൊന്നും ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലേ? ഗോപീഷൻ, തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ വാഹനങ്ങൾ സംബന്ധിച്ച യാതൊരു വിവരവും, അവിടെ എത്ര വാഹനങ്ങൾ നിർത്താൻ സാധിക്കും എന്നതല്ലാതെ ഈ വാഹനങ്ങൾ എത്രയുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച യാതൊരു വിവരവും പുറത്തു വരുന്നില്ല. ഈ സമയത്ത്, അതായത് ഈ അപകടം നടക്കുന്നതിന് തലേ ദിവസം രാത്രി ആ വഴി പോയ ഒരു പ്രദേശവാസി, അതായത് അദ്ദേഹം ഇവിടെ നിന്നും, ഈ പ്രദേശത്തു നിന്നും 2 കിലോമീറ്റർ അകലെയാണ് താമസിക്കുന്നത്. മംഗലാപുരത്തേക്ക് മീനുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് അദ്ദേഹം പോയതായിരുന്നു, മത്സ്യവുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് പോയതായിരുന്നു. ആ സമയത്ത് ഈ ചായക്കടയിൽ വാഹനം നിർത്തി അദ്ദേഹം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ സമയം അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത്, ഈ പ്രദേശവാസി സൂചിപ്പിച്ചത്, ഒരു ടാങ്കർ ലോറി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലത്തേക്ക് എത്ര വാഹനങ്ങൾ അവിടെ നിർത്തി എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഈ ISRO ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. കൂടുതൽ ചിത്രങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ എത്ര വാഹനങ്ങൾ എത്തി, അല്ലെങ്കിൽ എത്ര വാഹനങ്ങൾ അവിടെ മറികടന്ന് പോയി എന്നത് ഈ റോഡിന്റെ മുൻവശത്തും, അതായത് ഈ റോഡിന്റെ ഈ സംഭവം ഉണ്ടാകുന്നതിന്റെ പിറകിലും മുന്നിലുമായുള്ള CCTVകളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കണം. ഇത് NH66 തുടങ്ങുന്ന ഒരു പ്രദേശമാണ്. അവിടേക്ക് NH66 4 വരി പാത പ്രവേശിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഈ മലയോരത്ത്, അതായത് ഈ ശിരൂർ മലയോരത്ത് ഒരു കർവുണ്ട്, ഷേപ്പ് കർവുണ്ട്. അവിടെ ഒരു 3 ടാങ്കർ ലോറിയെങ്കിലും മിനിമം നിർത്തിയിടാനുള്ള സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ട്. സമീപവാസികളിൽ നിന്ന് അതാണ് അരുൺ, ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളടക്കം, ഇപ്പം ഞാൻ സ്വയം വിമർശനപരമായി പറയുകയാണ്, മാധ്യമങ്ങളടക്കം ഈ കാര്യങ്ങളിൽ പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദ എന്ന് പറയുന്നത് ശരിയായ വിവരങ്ങൾ മാത്രം, വസ്തുതകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് പല സോഴ്സുകളും ഒരുപക്ഷെ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ പലരും പറയുന്ന കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നമ്മൾ ചില നിഗമനങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ശരിയായ വിവരങ്ങൾ, അത് എത്ര ചെറിയ വിവരമാണെങ്കിലും, എത്രയും കുറഞ്ഞ വിവരങ്ങളാണെങ്കിൽ പോലും വസ്തുതാപരമായ വിവരങ്ങൾ നൽകുക എന്നതാണ്, അതിലായിരിക്കണം നമ്മളുടെ ശ്രദ്ധ. അല്ലാതെ ഊഹാപോഹങ്ങൾ, അഭ്യൂഹങ്ങൾ, ഊതിപ്പെരുപ്പിച്ച വസ്തുതകൾ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ശരിയായ വസ്തുതകൾ നൽകുക എന്നതാണ് ഈ ഘട്ടത്തിൽ, ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം. അരുൺ പാറയ്ക്കൽ, ഞങ്ങളുടെ പ്രതിനിധി, അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ സ്വയം വിമർശനപരമായി ഈ കാര്യങ്ങൾ തിരുത്തൽ വരുത്തേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടതുമാണ്.